ആദർശിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ജയനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഇതിപ്പോൾ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ ഇപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ എന്തായാലും ആദർശിന് നാണം കെട്ട, ആദർശാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യം എന്തായാലും ഇപ്പം പുറത്തെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുമല്ല, ഇപ്പോൾ ചന്തുമോൾ ഇവിടെ അല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ചെന്നിട്ട് അഭിയെടുത്ത് ചോദിക്കുന്നുണ്ട്, നീയാണോടെ അനാമികയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, എൻ്റെ പൊന്നേട്ടത്തി ഞാനല്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക, എനിക്കിത് അറിയത്തില്ല, എനിക്ക് എൻ്റെ അമ്മയാണ് സത്യം, എനിക്കിത് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അഭിനയിച്ചങ്ങ് തകർക്കുക. പിന്നെ ഏട്ടത്തിക്ക് അറിയുന്ന കാര്യമല്ലേ, ഏട്ടത്തിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നവ്യടുത്ത് പറയുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരിക്കലും ഇത് ചെയ്യത്തില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മൾ നന്ദ് വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് പുതിയ CI ചാർജ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പോലീസുകാരാണെങ്കിലും CIയെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ CI ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ SI എന്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ അവിടെ സ്റ്റേഷനിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ CI കണ്ടപ്പോഴത്തേക്കും നമ്മൾ അനിയാണെങ്കിൽ നൈസിനങ്ങ് മുങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നന്ദു ആണെങ്കിൽ CI കണ്ടപ്പോൾ ഇങ്ങനെ ദേഷിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. CI ആണെങ്കിലും നന്ദുവിനെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ദേഷിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനിയിപ്പം അനാമികയുടെ ആരെങ്കിലും ആണോന്നും അറിയത്തില്ല, നന്ദുവിനിട്ട് പണി കൊടുക്കാൻ വന്ന ആൾക്കാരാണ്, പോലീസാണോന്നും അറിയത്തില്ല കേട്ടോ. ഇവർക്ക് തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടോയെന്നും അറിയത്തില്ല. അപ്പം നമ്മൾ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ദേഷിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ് നാളത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.